രാജ്യത്തെ ഞെട്ടിച്ച സംഭവമായിരുന്നു പൊള്ളാച്ചി പീഡനക്കേസ്. സംഭവത്തെക്കുറിച്ച് നടൻ രാധാരവിയുടെ മോശം പരാമർശങ്ങൾ വിവാദമാകുന്നു. പീഡനത്തെ നിസാരവൽക്കരിക്കുകയും സിനിമകളുമായി താരതമ്യം ചെയ്യുകയും മറ്റു പല വിവാദ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തു രാധാരവി. നയൻതാര പ്രധാന വേഷത്തിലെത്തുന്ന കൊലയുതിർക്കാലം എന്ന സിനിമയുടെ പ്രചാരണ ചടങ്ങിൽ പങ്കെടുക്കവെയാണ് രാധാരവിയുടെ വിവാദ പരാമർശങ്ങൾ. പൊള്ളാച്ചി പീഡനത്തെ നിസാരവൽക്കരിക്കുന്ന തരത്തിലായിരുന്നു രാധാരവി സംസാരിച്ചത്. ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്. അതുകൊണ്ട് എന്തും എവിടെയും വെച്ച് ആളുകൾക്ക് ഷൂട്ട് ചെയ്യാം. വലിയ ക്യാമറയുടെ ആവശ്യമില്ല. പൊള്ളാച്ചിയിൽ ആരോ ബലാത്സംഗത്തിന് ഇരയായെന്നും ആ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ചോർന്നുവെന്നും ഞാൻ കേട്ടു. പലരും അത് കാണരുത് എന്ന് പറയുന്നത് കേട്ടു. പക്ഷേ ആളുകൾ മറ്റെന്ത് കാണും, അയാൾ പറഞ്ഞു. ഇതുകൂടാതെ പൊള്ളാച്ചി പീഡനത്തെ ബിഗ് ബജറ്റ് സിനിമകളുമായി താരതമ്യം ചെയ്യുകയും സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തു രാധാരവി. ഈ കാലത്ത് ബിഗ് ബജറ്റ്, സ്മോൾ ബജറ്റ് സിനിമകൾ തമ്മിലുള്ള വ്യത്യാസം ആളുകൾക്ക് മനസ്സിലാകില്ല. ഒരു സ്മോൾ ബജറ്റ് സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുന്ന പോലെയാണ്. എന്നാൽ ബിഗ് ബജറ്റ് സിനിമ എന്ന് പറഞ്ഞാൽ പൊള്ളാച്ചിയിലെ സംഭവം പോലെ 40 സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ട പോലെയാണ്. അതാണ് വ്യത്യാസം, രാധാരവി പറഞ്ഞു. പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്താതിരുന്ന നയൻതാരയ്ക്കെതിരെയും ഇയാൾ മോശം പരാമർശം നടത്തി. നയൻതാരയെ രജനീകാന്ത്, ശിവാജി ഗണേശൻ, MGR എന്നിവരുമായി താരതമ്യം ചെയ്യരുത്. അവർ മഹാത്മാക്കളാണ് എന്ന് അയാൾ പറഞ്ഞു. അവരുടെ വ്യക്തിജീവിതത്തിൽ ഇത്രമാത്രം സംഭവങ്ങൾ ഉണ്ടായിട്ടും നയൻതാര സിനിമയിൽ ഇപ്പോഴും നിൽക്കുന്നു. അതിനും കാരണം മറ്റൊന്നുമല്ല, തമിഴ്നാട്ടുകാർ എല്ലാം പെട്ടെന്ന് മറക്കും. തമിഴ് സിനിമയിൽ അവർ പിശാചായി അഭിനയിക്കുന്നു, അതേസമയം തെലുങ്കിൽ സീതയായും. എന്റെ ചെറുപ്പകാലത്ത് KR വിജയെ പോലുള്ള നടിമാരെയാണ് സീതയാക്കുന്നത്. അഭിനയിക്കുന്നവരുടെ സ്വഭാവം എന്തുതന്നെയായാലും ഇന്ന് കുഴപ്പമില്ല. ആർക്കും ഇവിടെ സീതയാകാം, രാധാരവി പറഞ്ഞു. രാധാരവിക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കടുത്ത വിമർശനങ്ങളാണ് ഉയരുന്നത്. രാജ്യത്തെ നടുക്കിയ പൊള്ളാച്ചി പീഡന കേസിനെ കുറിച്ച് അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ മനുഷ്യത്വരഹിതമാണ്. അദ്ദേഹത്തിനെതിരെ കേസെടുക്കണമെന്ന് ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട്. നടി ചിന്മയിയും രാധാരവിക്കെതിരെ മുന്നോട്ട് വന്നിട്ടുണ്ട്. എപ്പോഴും വിവാദ പരാമർശങ്ങൾ നടത്തുന്ന നടനാണ് രാധാരവി. സ്ത്രീവിരുദ്ധ പരാമർശങ്ങളാണ് കൂടുതലും. You're watching me on metromatney.com. On metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.